കർണാടകയിൽ നമ്മളിപ്പം വോട്ട് ചോരിയെക്കുറിച്ച് വോട്ട് കൊള്ളയെക്കുറിച്ചൊക്കെ ഏറ്റവും ഒരു സ്പെസിമനായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയത് കർണാടകയിലെ അലന്ത് മണ്ഡലത്തെക്കുറിച്ചാണ്. ആ അലന്ത് മണ്ഡലത്തിൽ നിന്നാണ് ഇനിയുള്ള വാർത്ത. അവിടെ നിന്ന് വരുന്നത് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ്. അത് ഇത് വോട്ടർ തട്ടിപ്പ് കേസിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു നിർണായക കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. വോട്ടർമാരെ ഒഴിവാക്കുന്നതിനായി സമർപ്പിച്ച ഓരോ വ്യാജ അപേക്ഷയ്ക്കും പണം നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു അപേക്ഷയ്ക്ക് 80 രൂപ എന്ന നിരക്കിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കർണാടക സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെതാണ് ഈ കണ്ടെത്തൽ. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ച ശേഷം കർണാടക സർക്കാർ തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കണ്ടെത്തിയിരിക്കുന്നത് 80 രൂപ നിരക്കിൽ ഓരോരുത്തർക്കും ഓരോ അപേക്ഷയ്ക്കും വീതം വെച്ച് നൽകി എന്ന് പറയുമ്പോൾ വളരെ ആസൂത്രിതമായി നടന്ന ഒരു തട്ടിപ്പ് എന്ന നിലയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്? 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ ഒരു CID അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പക്ഷേ അതിൽ യാതൊന്നും തന്നെ അന്ന് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. ചിലരെ ചോദ്യം ചെയ്യുകയും അവരെ പിന്നീട് വിട്ടയക്കുന്ന നിലപാടെല്ലാമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പിന്നാലെ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഈ അലന്ത് മണ്ഡലവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തുകയും പിന്നീട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക സർക്കാർ നിയമിക്കുകയും ചെയ്തത്. സെപ്റ്റംബർ മാസമാണ് ഈ ചുമതല കർണാടകയിലെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും പിന്നീട് ഈ BJP നേതാവ് അലന്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ വിവിധ പരിശോധനകൾ നടത്തിയിരുന്നു. പ്രധാനമായും രാഹുൽ ആരോപിച്ചത് ഏകദേശം 6000-ലധികം അപേക്ഷകളാണ് ഇത്തരത്തിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചപ്പോൾ 24 പേർക്ക് ഈ അപേക്ഷകൾ സമർപ്പിച്ച 24 പേർക്ക് മാത്രമാണ് കൃത്യമായി അത് വെളിപ്പെടുത്താൻ സാധിച്ചത്. കാരണം തങ്ങൾ അറിയാതെയാണ് ബാക്കി അപേക്ഷകൾ വന്നതെന്ന് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നീടാണ് പ്രത്യേക സമിതി രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അതുപോലെ തന്നെ തിരച്ചിലടക്കം വിവിധ മേഖലകളിൽ നടത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം ഈ പ്രത്യേക അന്വേഷണ സംഘം വിട്ടിരിക്കുന്നത്. ഓരോ അപേക്ഷയ്ക്കും 80 രൂപ വീതം നൽകിയെന്നതാണ് ഈ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു ഡാറ്റാ സെന്റർ ഓപ്പറേറ്റർക്കാണ് ഈ പണം നൽകിയത്. അപ്പോൾ ഓരോ അപേക്ഷയ്ക്കും 80 രൂപ വെച്ച് നൽകിയിരുന്നു. ആ സമാനമായ രീതിയിൽ ഏകദേശം 6018 അപേക്ഷകളാണ് ഇത്തരത്തിൽ വോട്ടർമാർ അറിയാതെ വ്യാജമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അപ്പോൾ 4,80,000 രൂപയുടെ പണമിടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ചിലരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. BJP സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട BJP നേതാവ് സുബോഷ് ഗുഡോറുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ വിവിധ രേഖകളും ഈ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെ തന്നെ CID പണം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയ ചിലരെ ചോദ്യം ചെയ്യുകയും അവരെ വിട്ടേക്കും. അവർ ചിലർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളാണെന്നും ഈ പ്രത്യേക സമിതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക. കാരണം ഈ വോട്ട് ചോരി ആരോപണം നേരിട്ട ശേഷം കർണാടകയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഈ പ്രത്യേക മണ്ഡലങ്ങളിൽ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്.